അച്ഛനെതിരായ പീഡന കേസ് ഒഴിവാക്കാൻ മകൾ വ്യാജ ആസിഡ് ആക്രമണം സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? പാടാണല്ലേ. പക്ഷേ നമ്മുടെ തലസ്ഥാനത്ത് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതാണ്. ഞായറാഴ്ച രാത്രിയാണ് നമ്മളെല്ലാം ഞെട്ടിച്ച് രാജ്യത്ത് വീണ്ടും ഒരു പെൺകുട്ടിക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്. നമ്മളടക്കം റിപ്പോർട്ട് ചെയ്ത ആ വാർത്ത ഇങ്ങനെയായിരുന്നു: ഡൽഹിയിൽ 20-കാരിയായ വിദ്യാർത്ഥിനിക്ക് നേരെ യുവാക്കളുടെ ആസിഡ് ആക്രമണം. ആസിഡ് ഒഴിച്ചപ്പോൾ കൈവച്ച് തടഞ്ഞതിനാൽ മുഖത്ത് പരുക്കേൽക്കാതെ രക്ഷപ്പെട്ട യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് പെൺകുട്ടി നൽകിയെന്നുമായിരുന്നു വാർത്ത. ജിതേന്ദർ, ഇഷാൻ, അർമാൻ എന്നിവരാണ് ആക്രമിക്കാനെത്തിയതെന്നും ഇഷാന്റെ കയ്യിലുണ്ടായിരുന്ന ആസിഡ് വാങ്ങി അർമാൻ തന്റെ മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു എന്നാണ് കുട്ടിയുടെ മൊഴി. ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു കാരണകഥയും അവൾ പോലീസിനോട് പറഞ്ഞു. മുകുന്ദപൂരിലെ തന്റെ അയൽവാസി കൂടിയായ ജിതേന്ദർ മാസങ്ങളായി തന്നെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. പോയ മാസം ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും തമ്മിൽ വലിയ വാക്കുതർക്കവും ഉടലെടുത്തു. പിന്നീട് ഞായറാഴ്ച അശോക് വിഹാറിലെ ലക്ഷ്മിഭായി കോളേജിലേക്ക് എക്സ്ട്രാ ക്ലാസ്സിന് പോകുമ്പോഴായിരുന്നു ഇക്കൂട്ടർ തന്നെ ആക്രമിച്ചതെന്നും പൊള്ളലേറ്റ കൈയുമായി അവൾ പോലീസിന് മൊഴി നൽകി. ഇതേ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് സംഭവത്തിലെ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് പുറത്തു വരുന്നത്. ഇവിടെ ഈ സംഭവത്തിലെ യഥാർത്ഥ വില്ലൻ അഖിൽ ഖാൻ എന്നയാളാണ്, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ. ഇത്രയും സമയം നമ്മൾ പറഞ്ഞ പേരുകളൊന്നുമല്ലാത്ത മറ്റൊരാളാണ് ഇവിടെ യഥാർത്ഥ ഇരയായിരിക്കുന്നത്. വില്ലനായി ചിത്രീകരിക്കപ്പെട്ട ജിതേന്ദ്രന്റെ ഭാര്യയാണ് യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നത്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പോലീസിന്റെ കണ്ടെത്തലുണ്ട്. അതൊന്ന് പരിശോധിക്കാം. പ്രതിയായ അഖിൽ ഖാന്റെ കമ്പനിയിലാണ് ജിതേന്ദ്രന്റെ ഭാര്യ ജോലി ചെയ്തു വന്നിരുന്നത്. അവിടെ വെച്ച് അവർ അഖിൽ ഖാനിൽ നിന്ന് സെക്ഷൽ ഹറാസ്മെന്റ് നേരിട്ടിരുന്നു. ശരീരത്തിൽ കടന്നു പിടിക്കുകയും അവരുടെ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. സംഗതി സഹിക്കാൻ പറ്റാതായതോടെ ജിതേന്ദ്രന്റെ ഭാര്യ ഒക്ടോബർ 24-ന് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതി കൊടുത്തു. തുടർന്ന് അഖിൽ ഖാനെതിരെ ഒരു പീഡന കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഈ കേസിനെതിരെ ഇതിലും വലിയ മറ്റൊരു കേസ് ഉണ്ടാക്കാനാണ് ഇയാൾ മകളെ ഉപയോഗിച്ച് ഇത്ര വലിയൊരു നാടകം കളിച്ചത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് അഖിൽ ഖാൻ ഇക്കാര്യം സമ്മതിച്ചത്. മകളുടെ ദേഹത്തൊഴിച്ചത് ബാത്റൂം ക്ലീനിങ് ആസിഡാണെന്നും തന്റെ സഹായത്തോടെയാണ് സംഭവം കെട്ടിച്ചമച്ചതെന്നും അഖിൽ ഖാൻ പോലീസിനോട് പറഞ്ഞു. ഇനി ഇയാൾ ജിതേന്ദ്രനൊപ്പം അർമാനെയും ഇഷാനെയും എന്തിനാണ് കേസിൽ കുടുക്കിയതെന്ന് കൂടി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഇവരുടെ അമ്മയായ ഷബ്നവും അഖിൽ ഖാനും തമ്മിൽ മംഗോൾപുരിയിലെ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുകയാണ്. മാത്രമല്ല ഈ ഷബ്നം, അതായത് ഈ ഇഷാന്റെയും അർമാന്റെയും അമ്മ ഒരു ആസിഡ് ആക്രമണത്തിന്റെ ഇരയുമാണ്. 2018-ലാണ് ആ ആക്രമണം ഇവർക്കെതിരെ ഉണ്ടായത്. ഇതിന് പിന്നിൽ ഇതേ അഖിൽ ഖാന്റെ ബന്ധുക്കളായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഒരു വെടിക്ക് 2 ശത്രുക്കൾ എന്നുള്ളതായിരുന്നു അഖിൽ ഖാന്റെ പദ്ധതി. പക്ഷേ പാളിപ്പോയി. കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പെൺകുട്ടി പറഞ്ഞ സമയത്ത് ജിതേന്ദറും കൂട്ടരും എവിടെയായിരുന്നു എന്നാണ് പോലീസ് തിരക്കിയത്. ജിതേന്ദറും ഇഷാനും അർമാനുമൊക്കെ സംഭവം നടന്നുവെന്ന് പെൺകുട്ടി പറഞ്ഞ അശോക് വിഹാറിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള കരോൾ ബാഗിലെ പാർക്കിംഗ് ലോട്ടിലെ CCTV-യിൽ പോലീസ് സ്പോട്ട് ചെയ്തു. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ പെൺകുട്ടിയെയും ആ കരോൾ ബാഗിലാണ് ഈ പോലീസുകാർ ഈ സമയത്ത് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ആ സമയത്ത് ആ പെൺകുട്ടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വസ്തുത, ഈ പെൺകുട്ടിയുടെ സഹോദരനാണ് കോളേജിന്റെ 200 മീറ്റർ അകലെയുള്ള ഈ അശോക് വിഹാറിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നുള്ള CCTV ദൃശ്യങ്ങൾ കൂടെ പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതായത് ഈ പെൺകുട്ടി പറഞ്ഞത് തുടക്കം മുതൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കള്ളമാണെന്ന് കൂടി പോലീസിന് CCTV ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലായി. അതായത് അവിടെ മുതൽ തന്നെ ഈ കേസിലെ പ്രതിയായ മുഖ്യ സൂത്രധാരനായ സ്വന്തം മകളെ ഉപയോഗിച്ച് സ്വന്തം തനിക്കെതിരെ വന്ന പീഡന കേസ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത് തള്ളിക്കളയാൻ നിന്ന അഖിൽ ഖാന്റെ പ്ലോട്ട് പൊളിഞ്ഞു തുടങ്ങിയിരുന്നു.